ജൂനിയർ ഡെവലപ്പറും ഒരു CTOയും തമ്മിൽ, CTO എന്ന് പറയുമ്പോൾ ചീഫ് ടെക്നോളജി ഓഫീസറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാം. രണ്ടുപേരും കോഡാണ് എഴുതുന്നത്, രണ്ടുപേരും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരേപോലെയാണ്. എന്താണ് ഇവർ തമ്മിലെ വ്യത്യാസം എന്നുള്ളത് ശരിക്കും നിങ്ങൾക്കറിയാം. അത് മൈൻഡ് സെറ്റാണ്. ഇവർ തമ്മിൽ ചെയ്യുന്ന മെയിൻ ഡിഫറൻസ് ആണ് അവരുടെ മൈൻഡ് സെറ്റ്. അത് എങ്ങനെ നമുക്കൊരു ജൂനിയർ ഡെവലപ്പറിൽ നിന്ന് ഒരു ഉയർന്ന അല്ലെങ്കിൽ കമ്പനിയിൽ തന്നെ നല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു CTO ആയി മാറാം എന്നുള്ളതിന് ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ബിഗ് പിക്ചർ തിങ്കിങ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു എഴുതുന്ന കോഡ്, ഇപ്പോൾ ഒരു ജൂനിയർ ഡെവലപ്പർ ആണെങ്കിൽ അവന് ഒരു ഫീച്ചർ പറഞ്ഞാൽ ആ ഫീച്ചർ അതേപോലെ കോഡ് എഴുതും, അതിന് കോഡ് എഴുതും, വർക്കായി. പക്ഷേ ഒരു CTO അല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റുള്ള ഒരാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഈ ഫീച്ചർ ആഡ് ചെയ്താൽ എങ്ങനെ ബിസിനസ്സിനെ ഇത് ബാധിക്കും എന്നുള്ള രീതിയിൽ കൂടി മനസ്സിലാക്കും. അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടി ഫൈൻ ട്യൂൺ ആയിട്ട് അവന് കാര്യങ്ങൾ ചെയ്യാനും അതുവഴി ബിസിനസ്സിന് ഡെവലപ്മെൻറ്റ് വരുത്താനും കഴിയും. അല്ലാതെ വെറുതെ ജസ്റ്റ് ഒരു കോഡറായിട്ട് ഇരിക്കുക എന്നുള്ള രീതിയിലല്ല ചിന്തിക്കുക CTO. അതാണ് ഫസ്റ്റത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ്, പുതിയ ടെക്നോളജീസും കാര്യങ്ങളും വരുമ്പോൾ അത് ചാടി പിടിച്ചെടുക്കും. പെട്ടെന്ന് എടുത്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി ഈ CTO മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. മറ്റേ ജൂനിയർ ഡെവലപ്പേഴ്സ് അയ്യോ ആ ടെക്നോളജി വന്നല്ലോ ഇനി എന്ത് ചെയ്യും എന്ന രീതിയിൽ പേടിച്ചുകൊണ്ട് നിൽക്കും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ടെക്നോളജി അറിയാത്ത ഒരാളുണ്ട്, അറിയുന്ന ഒരാളുണ്ട്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ജൂനിയേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിന് നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്താ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിലുള്ളത് ഇങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് മൂന്നാമത്തെ. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു CTO ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ നമുക്ക് വർക്ക് ചെയ്താൽ നമ്മളെ കരിയർ ഡെവലപ്പ് ആവും. ഒരു ജൂനിയർ ഡെവലപ്പർ CTO ആയി മാറാനുള്ള സ്റ്റെപ്സ്.